കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമെന്നാത്മഹർഷം. പൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമെന്നാത്മഹർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരുന്നതീ നിമിഷം. കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. പൂന്തിങ്കളോ തേൻകൊമ്പിളോ, പൂന്തിങ്കളോ തേൻകൊമ്പിളോ, പൊന്നോമൽ ചുണ്ടിലെ മന്ദസ്മിതം. കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമീതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ലാ 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 ലാ. ബദ്രി, അടിപൊളി. ബദ്രിയുടെ ചോയ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട്? ഈ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഈ പാട്ട് കേട്ടതെന്ന് വെച്ചാൽ ഞാനൊരു കല്യാണ ഫംഗ്ഷന് പോയപ്പോൾ ഈ പാട്ട് കേട്ടു. തീരെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് പോയത്. സദ്യ കഴിച്ചിട്ട് പോയി. അന്ന് എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ പാട്ടിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. കാരണം ഒരു വെസ്റ്റേൺ മൂഡിലൊരു പാട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഈ പാട്ട് യൂട്യൂബിൽ നോക്കി. ഈ 2 വയസ്സിലാണ് യൂട്യൂബിൽ നോക്കാൻ
2 വയസ്സില്ല 2 വയസ്സല്ല, 2ാം ക്ലാസ്സിൽ. 2ാം അത് ക്ലാസ്സില്. പറയട്ടെ, നീ 2 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ഇഴഞ്ഞു പോയ കാര്യം ചോദിച്ചത്. അല്ല, ഇപ്പൊ 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ എല്ലാം അറിയാം. അപ്പൊ ഞാൻ അമ്മയോട് വെച്ചിട്ട് ഈ പാട്ട് ഏതാന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കസ്തൂരി മാൻമിഴി നോക്കി. ആ. അപ്പോ കണ്ടപ്പോ ജയൻ സാർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സാധനം നോക്കുമ്പോ ഇതിന്റെ തുടർന്ന് പോകത്തില്ലേ, ഇതിനകത്ത് അഭിനയിച്ച എങ്ങനെയാണ് കഥ, അങ്ങനെ പോയി സിനിമ കണ്ടു. പിന്നെ കുറെ ജയൻ സാറിന്റെ പാട്ട് കണ്ടു. അപ്പൊ വലിയൊരു ഫാനായി ജയൻ സാറിന്റെ. പിന്നെ എന്താ ഈ പാട്ട് കേൾക്കുമ്പോഴല്ല ശരിക്കും നമുക്ക് ജയൻ സാറ് അഭിനയിക്കുന്ന. അപ്പൊ മൈ ചോയ്സ് വന്നപ്പോ ഈ ജയൻ സാറിന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഈ പാട്ട് എടുത്തു. സൂപ്പർ. ജയൻ സാറിന്റെ ഇതൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ആള്. സാധാരണ നസീർ സാർ ആയിരുന്നു ഇവിടെ കലക്കിയത് ബദ്രി. അപ്പൊ നമുക്ക് ജയൻ സാറിനെ ഒന്ന് കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. ആ, ഡയലോഗ് ഉണ്ടോ? എന്നാ സൂപ്പർ. അടിപൊളി. ഏത് ഡയലോഗാ? അങ്ങാടി എന്ന സിനിമയിലെ ഡയലോഗ്. ആരെങ്കിലും നോക്കി പറയണോ നിനക്ക്? പറയണം. ഒരു ധനികനെ പറഞ്ഞോ. ഹരിയുണ്ട്, ധനികനാണെങ്കിൽ അവൻ. നല്ല ഡയലോഗ് അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടും. ഒരു ബാങ്ക് ഓഫ് ശരത്ത് ഉണ്ട് ഇവിടെ. ബാങ്ക് പൊളിഞ്ഞു. What did you say? ആ, അപ്പൊ പിന്നെ ഹരിചേട്ടാ. What did you say? No. Beggars. Maybe we are poor. Coolie pillars. ട്രോളി പുള്ളേഴ്സ് എന്തോന്നാണ് ജയൻ സാറിന് ഒരു പേര് ദോഷമായിട്ട് എടുത്തത്. കൂലി പിള്ളേർ. സോറി, അവനൊരു ചാൻസും കൂടെ. ഡയലോഗ് ഒന്ന് ഓർത്തോ നീ? കൂലിപ്പിള്ളേർന്നൊന്നും പറയില്ല. അവരൊന്നും നോക്കി പറയില്ല കേട്ടോ. What did you say? Beggars. Maybe we are poor. Coolies. Trolley pullers. But we are not beggars. You enjoy this status in your life because our certain blood. This is your last time. If you dare to say that word once more, I will pull out your tongue. Oh! Bloody tongue. Bloody tongue. അവൻ പ്രിപ്പയർഡ് ആയിട്ടോ. നമ്മളെന്തിനും ചോദിക്കുന്നവൻ അറിയാം. അതുകൊണ്ട് അവൻ അതൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ടാ വന്നിട്ടുള്ളത്. സൂപ്പർ. അതെ, Super. സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി ബദ്രയുടെ ചോയ്സിൽ ഈ ഒരു പാട്ട് എങ്ങനെ ഉണ്ടായി, എങ്ങനെ പാടി എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ശരത് സർ. ബദ്രി. ഓ സാർ. നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. താങ്ക് യു. നല്ല എന്താ പറയുക, നല്ലൊരു സുഖമുള്ള പാട്ട്. അതിന് ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു നീ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പാട്ടിലേക്ക് പോവാം. സിനിമ മനുഷ്യമൃഗം. ഇതിന്റെ മ്യൂസിക് MJ ജോയ് സാർ. മ്യൂസിക് എം ജയചന്ദ്രനാടാ. KJ ജോയ് സാർ. അത് പറ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ. മ്യൂസിക് KJ ജോയ് സാർ. ലിറിക്സ് എഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ സാർ. പാടിയിരിക്കുന്നത് KJ ജോയ്. ഇതിന്റെ സംഗീത സംവിധായകൻ KJ ജോയ് സാർ. പാടിയതോ ലിറിക്സ് ലക്ഷ്മണൻ കോട്. മോനെ പാപ്പനംകോട് ലക്ഷ്മണൻ. പാപ്പനംകോട് ലക്ഷ്മണൻ സാറ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ് സാർ. ഏത് പടത്തിലാടാ? മനുഷ്യം. ഏത് വർഷം? 1980. ഓ, ഏത് മാസം? ഡിസംബർ. ഞാൻ ജനിക്കുന്നതിന് ഒരു 2 മാസം മുമ്പായിരുന്നു. ചുമ്മാ അഴിച്ചടാ മകളെ. എന്തൊക്കെയായാലും കൊള്ളാം. അതിന് കൃത്യമായിട്ട് നീ പഠിച്ചോണ്ട് വന്നു. അത് സന്തോഷമാടാ. കുറെ താങ്ക് യു സാർ. എനിക്കുള്ള ഒരു ഡൗട്ട്, ഈ അനുപാൽ ഈ ചലനത്തില് പൂവായി വിരിയും നിൻ, അതൊന്ന് പാടാമോ മോനെ? സായാഹ്നമേഘം നിൻ കവിളിൽ താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ പോരേ നീ അത് കണക്ട് ഉണ്ട് അതില്. അത് പാടിക്കേ. സായാഹ്നമേഘം നിൻ കവിളിൽ താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. സായാഹ്നമേഘമൊക്കെ കറക്റ്റ് ആവട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം തോന്നി ഈ പാട്ടില്. കമാൻ എവരിബഡി ഏതാണ്? അത് പറയാൻ വേണ്ടി അവനെ എന്തിനാ കുഞ്ഞാ മെനക്കെടുത്തിയ?
അത് മാത്രം. അവനിങ്ങനെ ഈ കമാൺ എവരിവണെന്ന് പറയാൻ വേണ്ടി ഒറ്റയ്ക്ക് എന്തോ പറയാൻ നിൽക്കുക. വെമ്പലും കൊണ്ട് നിൽക്കുക. എന്താ മകളെ? അല്ല ഈ പാട്ടിന് വേണ്ടി മാത്രമൊന്നല്ല, അല്ല ഈ ശരിയുള്ള കോറസ് മൊത്തം അങ്ങ് ഏറ്റെടുത്തു. ആ പിന്നെ അല്ല പിള്ളേരെ ഞാൻ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. വിളിച്ചു വരുത്തി. ഞങ്ങള് 4 പേരുണ്ട്. എന്തൊക്കെയാണ്? താങ്ക് യൂടാ Everybody. മക്കളെ. അതേ ഉള്ളൂ കാര്യം. നല്ല ഒരു സുഖമുള്ള പാട്ട് ഇത്. പ്രത്യേകിച്ച് ഇതിന്റെ സംഗീത സംവിധായകനെ കുറിച്ച് എന്തെങ്കിലും മോൻ അറിയാമോ? ജോയ് സാറിനെ കുറിച്ച്? അക്കോർഡിയനാണ് വായിക്കുന്നത്. അക്കോർഡിയൻ വായിക്കും അദ്ദേഹം. MSV സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കീബോർഡ് പ്ലെയർ ആണ് അദ്ദേഹം കേട്ടോ. അക്കോർഡിയൻ അസാധ്യമായിട്ട് വായിക്കും സാറ്. അപ്പോൾ അത് കുറേ സന്തോഷം ജോയ് സാറിൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിലും. കാരണം നല്ല സുഖമുള്ള. ദാസേൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. സൂപ്പർ, നന്നായിട്ട് തന്നെ മോൻ പാടി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അനൂഫെ ഈ പല്ലവിയുടെ എൻഡ് അത് മോനൊന്ന് പാടാമോ? അത് വേറൊരു കാര്യത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ആ പാഡ് വെച്ചോണ്ടിരിക്കുന്ന ആള്. ആഹാ. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. ഒരു ടക്കും തക്കും 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 എന്നൊരു സാധനമല്ലേ ഇതില്? നിനക്ക് ആ ഉണ്ണിയുടെ മയങ്ക് കയറിയാൻ പാട്ടറിയാമോ? കേൾക്കരുത് കേട്ടോ, നല്ല പാട്ടുകളൊന്നും കേൾക്കരുത്. ഇപ്പൊ ഇത് വി കുമാർ സാറിൻ്റെതാണ് മ്യൂസിക്. ഉഗ്രം പാട്ടാണ് ദാസേട്ടൻ പാടിയത്. ഉണ്ണിടം മയங்குகிறேன், உள்ளத்தால் நெருங்குகிறேன், எந்தன் உயிர் காதலி இன்னிசை தேவதையே, உன்னிடம் மயங்குகிறேன், உள்ளத்தால் நெருங்குகிறேன். ഈ പാട്ട് വി കുമാർ സാറിൻ്റെ പാട്ടാണ്. ഇതിലൊരു ടക്കും ചിക്കും ടക്കും ചിക്കും ഒന്നും വന്നില്ലേ? ഇത് വായിച്ചത് നോയൽ സാറാണ്. ശിവമണി ഡ്രമ്മർ ശിവമണി സ്വാമിയുടെ ഗുരു. ഇദ്ദേഹം റെക്കോർഡിങ് സമയത്ത് ശിവമണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ജോയ് സാറിൻ്റെ ഈ പാട്ട് പാടിയപ്പോൾ ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വായിച്ചേക്കുന്നത് ഈ പാട്ടിൽ. ഇത് ശിവമണി തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അത് രണ്ടിലും ടക്കും ചക്കും ചെക്കും ചക്കും ഭയങ്കര ഗ്രിപ്പാണ്. അത് ആ സ്ഥലം വരുമ്പോൾ നമുക്കൊരു രോമാഞ്ചമാണ്. അതുകൊണ്ട് അത് പറഞ്ഞതാണ്. നിനക്ക് വിഷമമായോ ഇത് കേട്ടതിൽ? ഇല്ല സാർ, സന്തോഷം. അപ്പം അത്രേ ഉള്ളൂ മക്കളെ. ബാക്കി എല്ലാം നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ആ കൂലി പിള്ളേരെന്നുള്ളത് ഫാന്റാസ്റ്റിക് ആയിരുന്നു മോനെ. എടാ ജയൻ ഞങ്ങളുടെ ചങ്കാടാ. രാത്രി റിലേ പോയതാ. ആ അതാ ഉറക്കമൊക്കെ വരുമല്ലോ രാത്രിയല്ലേ? രാത്രി. വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ. ബദ്രി ഓ സാർ, നന്നായിട്ട് പാടി ബദ്രി. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ ബദ്രി എന്തുകൊണ്ട് ഇത് സോങ് ചൂസ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ജയൻ സാറിൻ്റെ ഒരു സോങ് ഈ ഫ്ലോറിൽ വന്ന് പാടിയതിന് തന്നെ ആദ്യം ഒരു ക്ലാപ്സ്. താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ മോനെ എന്താ ഡീറ്റെയിൽസ് ഇനി ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് പേടിയാ. ഇനി മാറിപ്പോ. ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പക്ഷെ നിനക്കറിയാം, നിനക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. പിന്നെ സായാഹ്ന മേഘ സെക്കൻഡ് റിപ്പീറ്റ് ഒന്ന് പാടാം. സായാഹ്നമേ സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. ആ ഓക്കെ. ആ റിപ്പീറ്റിലാണ് ഒരു ക്ലാരിറ്റി, ഒരു ചെറിയ അങ്ങനല്ലേ? സായാഹ്നമേഘം നിൻ കവിളിൽ. അപ്പൊ ഒരു ക്ലാരിറ്റി വന്നാൽ മതി അവിടെ കേട്ടോ. നേരത്തെ പാടിയപ്പോൾ അത് ചെറിയൊരു സ്ലിപ്പ് വന്നു. വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല മോനെ. നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സാർ. പിന്നെ നല്ല കോസ്റ്റ്യൂം. ഇതാരാണ്? ദേവകുമാർ അങ്കിളാണ് എനിക്ക് തന്നത്. ഇവിടുത്തെ ഫ്ലോറിന്റെ, അമൃത ഫ്ലോറിന്റെ. അപ്പൊ അദ്ദേഹത്തിനൊരു ക്ലാപ്സ്. മോനിത് വീട്ടിലെടുത്തോണ്ട് പോവോ ഡ്രസ്സ്? ഇല്ല, ദേവകുമാർ സാർ തന്നെ ഇത് കഴിഞ്ഞു. അല്ല അത് എടുത്തോടാ, നിനക്ക് ചേരുന്നൊരു ദേവകുമാരൻ എന്തൊക്കെയാലും ഇത് ചേരത്തില്ല. നീ 6 വയസ്സിലല്ലേ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു. ഇനി ഇത് ഇട്ടിട്ട് പോകണം. അതെ, നിന്റെ കല്യാണത്തിന് ഇതിട്ട് കാണണം കേട്ടോ. അയ്യോ പാവം. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. നന്നായിട്ട് പാടി കേട്ടോ. വേറെ ഒന്നും ഇല്ല മോനെ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. വെരി ഗുഡ്, കീപ് ഗോയിങ്. താങ്ക് യു സാർ. മഞ്ജരി ചേച്ചി. ബദ്രി ഓ മാം, ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ. എന്തായാലും സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു മാം. ഞാൻ ഇതുവരെ ഭദ്രി ഭദ്രി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു പേര് ഭദ്രി എന്നല്ല ബദ്രി എന്നാണ്. ഞാൻ ഇന്നിപ്പോ അവൻ കുറെ തെറ്റ് വരുത്തിയില്ലേ, അപ്പൊ ഞാൻ ആലോചിച്ചു ഇന്ന് ഞാൻ അവനൊരു കറക്ഷൻ ചെയ്ത് കൊടുക്കാം.
ബദ്രി ഫാൻസ് എല്ലാവരും ഇടപെട്ടു. ബദ്രി അതെ അതെ ബദ്രി എന്തായാലും യോർ ചോയ്സിൽ ഇത് എൻ്റെയും കൂടെ ചോയ്സിലുള്ള ഒരു പാട്ടാണ് ബദ്രി എടുത്തത്. ബ്യൂട്ടിഫുൾ, നന്നായി പാടുകയും ചെയ്തു. നമുക്ക് ഈ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് എനർജി അങ്ങ് കയറി വരും. അത് നന്നായിട്ട് പാടി. താങ്ക് യു മാം. ഇതിൽ ഹരി പറഞ്ഞ പോലെ ആ ഒരു പോർഷൻ ഞാനും മാർക്ക് ചെയ്തിരുന്നു. അതുപോലെ ലാസ്റ്റ് പല്ലവി മാത്രം ഫിനിഷ് ചെയ്യുന്ന ഒരു ലാലാല മാത്രം എനിക്കൊന്ന് ഷാർപ്പായി തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ബദ്രി അത് ഭംഗിയായിട്ട് പാടി. സൂപ്പർ ഓർക്കസ്ട്ര. പിന്നെ ജയൻ സാറിന് പറഞ്ഞല്ലോ, ജയൻ സാറിനെയാണ് ഇതിൽ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ നസീർ സാറിനെ ഓർമ്മ വന്നത്. അതവൻ ഇതിന് മുമ്പ് ഒരു റൗണ്ടില് നസീർ സാറിനെ ഭയങ്കരമായിട്ട് ചെയ്തു, ഞാൻ കണ്ടു. വീണ്ടും ജയിച്ചു ഓ. നമ്മള്. ഞാൻ കണ്ടു. വീണ്ടും ജയിച്ചു. ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് ഇതേ ഡ്രസ്സില് നസീർ സാർ ഒരു പടത്തില് ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. ഈ ഒരു രണ്ടുപേരും dress വന്നു. ഇപ്പൊ കണ്ടപ്പോഴത്തേക്ക്. ജയൻ സാറും വന്നു, അതെ, നസീർ അതെ. സാറും വന്നു. ശരിക്കും അതേ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണ് അതില് നമ്മുടെ നസീർ സാർ അഭിനയിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. അദ്ദേഹം ലിപ്സിങ്ക് ചെയ്യുന്ന കാണാൻ തന്നെ അയ്യോ, നല്ല നസീർ ഭംഗിയാണ്. സാർ പാടി അഭിനയിക്കുന്ന പോലെ ലോകത്താരും ചെയ്യത്തില്ല. അതും ദാസേട്ടന്റെ ശബ്ദവും അയ്യോ മനോഹരം. ഓക്കെ, എന്തായാലും ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടി ഞങ്ങളെല്ലാരും വേറൊരു ലോകത്ത് എത്തിച്ചു ബദ്രി. താങ്ക് യു ഓക്കെ, മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. മാർക്സ്. ശരത് സർ. മോനെ ഓ സാർ. ബദ്രിനാഥ, ഓ സാർ. ചക്കര നിനക്ക് ഞാൻ 8.8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഓ 8.9 മാർക്സ്. താങ്ക് യു മാം. വളരെ വ്യത്യസ്തമായി പോയി. ഹരിച്ചേട്ടാ. ആ ഇനി എല്ലാം നിന്റെ വിധി. ഓക്കെ, സോ ടോട്ടൽ 17.7. ഓക്കെ, ജയൻ സാറിനെ പോലെ നടന്നു പോണേ. അനുഫേട്ടാ മ്യൂസിക് കൊടുക്ക്. അവൻ ജയൻ സാറിനെ പോലെ നടന്നു പോവാ. അനൂപിന് ഇരിക്കപ്പുറതില്ല. വാ എന്താ പൊടി തട്ടിയതാണോ? മക